എല്ലാ ഞായറാഴ്ച ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് തുരുമ്പിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് മോളെയൊക്കെ കൂട്ടിയൊന്ന് അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ പോയിട്ട് തോന്നി എന്തിനാ വന്നേന്ന്. പക്ഷേ ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൾ നിന്നത് അതായിരുന്നു ആ ഒരു വിഷമഭാവം. പക്ഷേ നമ്മൾ മറ്റുള്ള എവിടത്തെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല റേറ്റാണ്. അതിന് 100 80 എന്തോ ആണ്. അപ്പോൾ അത് നല്ല കത്തിയായിട്ട് തോന്നിയുകൊണ്ട് നമ്മൾ അതിലൊന്നും കേട്ടിട്ടുണ്ടായില്ല. അല്ലാതെ തന്നെ ഇവിടെ എല്ലാം ഒരുപാട് നേരം കളിച്ച് എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പോകാനായിട്ട് റെഡിയായത്. ഈ ഒരു ടൈമിലാണ് എൻ്റെ ഉമ്മയൊക്കെ വന്നത്. എന്തിനാണോ എന്തോ 6 മണിയായപ്പോഴാണ് കേട്ടോ വന്നത്. അങ്ങനെ അത്യാവശ്യം പിള്ളേർ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ഒരു സന്ധ്യാസമയം ആവാറായപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ കൊല്ലം ബീച്ചിൽ പോയി. അവിടെ പോകുമ്പോൾ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞ് ഇതിലൊന്ന് കയറി നോക്കും. എല്ലാം നമ്മൾ കണ്ടത് തന്നെയല്ലേ എന്നൊക്കെ നോക്കിയിട്ട് മേടിക്കത്തൊന്നും ഇല്ലെങ്കിൽ പോരും. പിന്നെ അവിടെ ഒരു ഡിജിറ്റൽ സോഡ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടായിരുന്നു കേട്ടോ. വാങ്ങി നോക്കി. 20 രൂപയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബട്ടർ ഗുൽക്കണ്ടില്ലേ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്കതിൽ പ്രത്യേകിച്ച് ആ ഒരു ഗുൽക്കണ്ടിൻ്റെ ടേസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ പഴവും ഐസ്ക്രീമും കഴിക്കുന്ന ഒരു ഇതായിട്ടാണ് തോന്നിയത് കേട്ടോ. ഭയങ്കര ഹൈപ്പിനുള്ള സംഭവമൊന്നുമില്ല. അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മസാല ദോശയോ പ്ലെയിൻ ദോശയോ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയിട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.